പിതൃതർപ്പണത്തിനായി നിരവധി ആളുകളാണ് ആലുവ മണപ്പുറത്തേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നിരവധി ആളുകൾ അവിടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകാനായി തുടരുന്നുണ്ട് അവിടെ നിന്ന്. വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചു 5000-ലധികം ആളുകൾ ഇതിനോടകം അവിടെ എത്തിയിട്ടുണ്ട് എന്ന്. എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായതാണോ? ഈ ചടങ്ങുകൾ എപ്പോഴായിരിക്കും അവസാനിക്കുക? അമൃത, ഒരുക്കങ്ങളൊക്കെ ഇന്നലെ തന്നെ പൂർത്തിയായതാണ്. നാളെ കൂടി ബലിയിടാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. 116 ബലിത്തവറകളാണ് ഇത്തവണ ആലുവ ക്ഷേത്രത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ബലിയിട്ട് പോകാനുള്ള ഒരു സാഹചര്യവും ഇവിടെ നിലവിലുണ്ട്. കൃത്യമായ പോലീസ് സുരക്ഷയുണ്ട്. 1500ഓളം വരുന്ന പോലീസ്, അതായത് എറണാകുളത്തിന്റെ റൂറൽ മേഖലയിൽ, സിറ്റി മേഖലയിൽ, അതോടൊപ്പം തന്നെ കോട്ടയത്ത് നിന്നും അടക്കമുള്ള പോലീസുകാരെ എത്തിച്ചുകൊണ്ടാണ് സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. വലിയൊരു തിരക്ക് എല്ലാ മേഖലകളിലും അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതനുസരിച്ച് ഒരു 10,000-ലധികം ആളുകൾ, അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ ചേട്ടാ ഇത്തവണ ഒരു തിരക്കുണ്ടോ കേട്ടോ? കാര്യമായിട്ട് തിരക്ക് ഉണ്ട്. പിന്നെ മറ്റു പല ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ശിവക്ഷേത്രത്തിലെ ബലിത്തറകളുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് കാലടി, അതുപോലെ തന്നെ കറുകുറ്റി ഭാഗങ്ങളിലൊക്കെ ബലിത്തറകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് തിരക്ക് ഉണ്ട്. പിന്നെ മിതമായ നിരക്കാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മിതമായ നിരക്ക് തന്നെയാണ്. മുനിസിപ്പാലിറ്റി മേടിച്ചിട്ടുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. അതാണ് പല ക്ഷേത്രങ്ങളിലും, ആലുവ ക്ഷേത്രത്തിന് സമീപമുള്ള മറ്റു ക്ഷേത്രങ്ങളിലും ഒക്കെ ഈ തിരക്ക്, ബലിത്തറകളുണ്ട്. അതുകൊണ്ട് കാര്യമായ വലിയൊരു സങ്കീർണമായ പ്രശ്നങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആളുകൾക്ക് വളരെ സുഗമമായി തന്നെ ഇവിടെ വന്ന് ബലിയിട്ട് പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ബലിത്തറകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഏറെ സഹായകരമായിട്ടുണ്ട് എന്നാണ് ആളുകൾ വ്യക്തമാക്കുന്നത്. ഏകദേശം നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ മാത്രം ഈ 2 മണി മുതൽ ഈ സമയത്ത് വരെയുള്ള കണക്ക് പ്രതീക്ഷിച്ചാൽ ഒരു 6000-ഓളം വരുന്ന ആളുകളാണ് ബലിയിട്ടിരിക്കുന്നത്. അത് നമ്മളൊരു 10,000-ലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. എല്ലാ ദിവസവും എല്ലാ സമയങ്ങളിലും അതിൽ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താറുമുണ്ട് ബലിയിടുന്നതിന് വേണ്ടിയിട്ട്. കൃത്യമായ ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ അമ്പലത്തിന്റെ ഭാഗത്ത്, ക്ഷേത്രത്തിന്റെ ഭാഗത്ത് നിന്ന് പൂർത്തിയാക്കിയിരുന്നു. പിതൃമോക്ഷത്തിനായി നിരവധി പേരാണ് ബലിതർപ്പണത്തിനായി ആലുവ മണപ്പുറത്ത് എത്തിയിരിക്കുന്നത്. വിവരങ്ങളാണ് വിഷ്ണു സുരേഷ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.